പറഞ്ഞിട്ടുള്ളത്. അവിടെ അവർ തിരുവസ്ത്രങ്ങൾ ധരിക്കും. അതിനുശേഷം അവിടെ നിന്ന് പ്രദക്ഷിണമായിട്ട് വത്തിക്കാൻ ബസിലിക്കയുടെ പ്രധാന കവാടം കടന്ന് പിയാസോ സാൻ പിയത്രോയിലെത്തും. ഈ മാർപ്പാപ്പയുടെ ഷെഡ്യൂൾ പലപ്പോഴും ഈ സുരക്ഷാ കാരണങ്ങളാൽ പറയാറില്ല. സാധാരണ മാർപ്പാപ്പ ഈ പ്രദക്ഷിണത്തിൽ ബാക്കിൽ ഏറ്റവും അവസാനം വരണം. അതല്ല എങ്കിൽ സർപ്രൈസ് ആയിട്ട് പാപ്പ മൊബൈലിൽ വന്ന് ജനങ്ങളെയൊക്കെ ആശീർവദിക്കും. അത് വധിക്കാനുള്ള തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ബസിലിക്കയ്ക്ക് അകത്തു നിന്നുള്ള പ്രദക്ഷിണം, പ്രവേശന പ്രദക്ഷിണം വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ചതുരത്തിലേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വത്തിക്കാൻ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് അകത്തുള്ള വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ദേവാലയത്തിൽ നിന്നാണ് മെത്രാന്മാരും കർദിനാൾമാരും തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് തിരുക്കർമ്മങ്ങൾക്കായിട്ട് വരിക. ഫ്രാൻസിസ് മാർപ്പാപ്പ ഏറ്റവും അവസാനമായി തൻ്റെ അംശവെടി കൈകൾ പിടിച്ച് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാനായിട്ട് എത്തുന്നു. സാർവത്രിക സഭയുടെ 266 മാർപ്പാപ്പ. ബ്യൂണസ് ഐറിസിന്റെ മെത്രാപ്പോലിത്തയായിരുന്ന മാർപ്പാപ്പ, ജനങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മാർപ്പാപ്പ, വത്തിക്കാൻ ചതുരത്തിൽ വിശുദ്ധ പ്രഖ്യാപനം നേരിട്ട് കാണുവാൻ, തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ ജനങ്ങൾ തിങ്ങി നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുക. 1936 ഡിസംബർ 17 ബ്യൂണസ് ഐറിസിൽ ജനിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ 1969 ഡിസംബർ 11 പുരോഹിതനായത്. പിന്നീട് 1992 ജൂൺ 27 ബ്യൂണസ് ഐറിസിലെ സഹായമെത്രാനും 97 ബ്യൂണസ് ഐറിസിലെ മെത്രാപ്പൊലിത്തയുമായി. 2001 കർദിനാളും 2013 മാർപ്പാപ്പയുമായി നിയമിതനായി. തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. ബലിവേദി ചുംബിച്ച് പരിശുദ്ധ പിതാവ് ബലിവേദിയെ ധൂപിക്കുന്നു. ധൂപം പ്രാർത്ഥനയുടെ പ്രതീകമാണ്. ധൂപിക്കുക വഴി ധൂപിക്കുന്ന വസ്തുക്കൾ പരിശുദ്ധമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. ബലിവേദിയെ വലം വെച്ച് പരിശുദ്ധ പിതാവ് ധൂപിക്കുന്നു. പരിശുദ്ധ പിതാവിനോട് ഒപ്പമുള്ളത് വത്തിക്കാൻ ആരാധനാക്രമത്തിൻ്റെ തലവൻ മോൺസിഞ്ഞോർ ഗുയിദോ മരീനിയാണ്. തിരുക്കർമ്മങ്ങൾക്ക് മാർപ്പാപ്പയെ സഹായിക്കുവാനായിട്ട് മാർപ്പാപ്പയുടെ ഒപ്പമുള്ളത്. ബലിവേദിയിൽ നിന്ന് പുറത്തു വന്ന് അവിടെ സ്ഥാപിച്ചിരിക്കുന്ന പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ രൂപത്തെ പരിശുദ്ധ പിതാവ് ധൂപിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുക്കർമ്മങ്ങൾക്ക് ശേഷം പരിശുദ്ധ കന്യകാ മറിയത്തോടുള്ള പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയോടുകൂടിയാണ് എല്ലാം അവസാനിക്കുക. ഇറ്റാലിയൻ ഭാഷയിലും ലത്തീൻ ഭാഷയിലുമായിട്ടാണ് ഇന്നത്തെ നാമകരണ നടപടിയുടെ തിരുക്കർമ്മങ്ങൾ നടക്കുന്നത്. കർദിനാൾമാരും മെത്രാന്മാരും തിരുവസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുന്നത് ദൃശ്യങ്ങൾ ഇരിങ്ങാലക്കുട രൂപതയുടെ മെത്രാൻ പുളി കണ്ണുക്കാടൻ, തക്കല രൂപതയുടെ ജോർജ് മെത്രാൻ എന്നിവരെയാണ് നമ്മൾ കണ്ടത്. സുന്ദരമായ വത്തിക്കാൻ ബസിലിക്കയുടെ ദൃശ്യം, വിശുദ്ധ പത്രോസിൻ്റെ കബറിടത്തിന് മുകളിൽ നിർമ്മിച്ചിട്ടുള്ള ബ്രഹ്മാണ്ഡമായ ദേവാലയം, പരിശുദ്ധ പിതാവ് തൻ്റെ പ്രസിഡൻഷ്യൽ സീറ്റ് അല്ലെങ്കിൽ പ്രധാന പുരോഹിതൻ്റെ പീഠത്തിങ്കിലേക്ക്, കസേരയിലേക്ക് ഇപ്പോൾ കയറി ഇരിക്കുന്നു. അവിടെ നിന്നാണ് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. പ്രസിഡൻഷ്യൽ സീറ്റിൽ നിന്നാണ് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. സാർവത്രിക സഭയുടെ സാർവത്രിക വിളിച്ചോതുന്ന തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള തിരുവസ്ത്രങ്ങൾ അണിഞ്ഞുള്ള വൈദികരെ നമുക്ക് കാണാൻ സാധിക്കും. സിറോ മലബാർ സഭയുടെ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞുള്ള വൈദികർ ഏകദേശം 3 ലക്ഷത്തിലധികം പേരെയാണ് ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ വത്തിക്കാൻ പ്രതീക്ഷിച്ചിട്ടുള്ളത്.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നാണ് മാർപ്പാപ്പ പ്രാർത്ഥിച്ചത്. സമാധാനം നിങ്ങളോടുകൂടെ എന്ന് ആശംസിച്ചിരിക്കുന്നു. ഇപ്പോൾ വത്തിക്കാൻ ഗായക സംഘം വേനി ക്രയാത്തോർ എന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള സംഗീതം ആലപിക്കുന്നു. സൃഷ്ടാവായ പരിശുദ്ധാത്മാവെ വരിക എന്നാണ് ആ വരികളുടെ അർത്ഥം. അതിഥിയായി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരിക എന്നുള്ള ഉന്നത കൃപകൾ ഞങ്ങൾക്ക് നൽകിയാലും അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിച്ചാലും എന്ന് തുടങ്ങുന്ന വേനി ക്രയാത്തോർ എന്നുള്ള ഗ്രിഗേറിയൻ സംഗീതത്തിലുള്ള ഗീതകം ആണ് ഇപ്പോൾ വത്തിക്കാൻ ഗായക സംഘം ആലപിക്കുക. സുന്ദരമായ വത്തിക്കാൻ ബസിലിക്കയുടെ ദൃശ്യങ്ങൾ. 1506 ഇപ്പോഴുള്ള ഈ ദേവാലയം പണിതത്. പോപ്പ് ജൂലിയസ് രണ്ടാമനാണ് ഈ ദേവാലയം പണി ആരംഭിച്ചത്. 120 വർഷങ്ങളെടുത്തു ഈ ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാകാനായിട്ട്. 1626 ഉർബൻ മാർപ്പാപ്പ ഈ ദേവാലയം ആശീർവദിച്ചത്. കർദിനാൾമാരാണ് ചുവന്ന തൊപ്പി, സ്കൾ ക്യാപ്പ് എന്നാണ് അതിനെ പറയുക. ചുവന്ന തൊപ്പി ധരിച്ച് നിൽക്കുന്നത് കർദിനാൾമാരാണ്. മറ്റ് നിറത്തിലുള്ള തൊപ്പികൾ ധരിച്ചിട്ടുള്ളത് മെത്രാന്മാരാണ്. വത്തിക്കാൻ ഗായക സംഘം വളരെ പ്രസിദ്ധമായ വേനി ക്രയാത്തോർ എന്ന ഗീതകം ആലപിച്ചു തുടങ്ങിയിരിക്കുന്നു. പരിശുദ്ധാത്മാവെ വരിക, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അതിഥിയായി വരിക, ഞങ്ങൾക്ക് ഉന്നത കൃപകൾ നൽകിയാലും എന്ന ഉള്ള ഗീതകം. സുന്ദരമായ വത്തിക്കാൻ ബസിലിക്കയുടെ ദൃശ്യം. ഈ ബസിലിക്കയ്ക്ക് 730 അടി നീളമുണ്ട്, 500 അടി വീതിയുണ്ട്. 35 അൾത്താരകളാണ് ഈ ബസിലിക്കയ്ക്ക് അകത്തുള്ളത്. 191 മാർപ്പാപ്പമാരുടെ കുഴിമാടങ്ങൾ ഈ ബസിലിക്കയിലുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയും സെറമണി മാസ്റ്ററുമായ ഗുയിദോ മരീനി. എപ്രാസ്യമയുടെയും ചവറ കുര്യാക്കോസ് അച്ഛൻ്റെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത തൊപ്പികളും വസ്ത്രങ്ങളും ധരിച്ചുള്ള സിസ്റ്റേഴ്സിനെയും വിശ്വാസികളെയുമാണ് വത്തിക്കാൻ ചതുരത്തിൽ ഇന്ന് നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുക. ഏകദേശം 10,000-ലധികം മലയാളികൾ പങ്കെടുക്കുന്ന ഒരു തിരുക്കർമ്മം എന്ന വലിയ പ്രത്യേകത കൂടിയുണ്ട്. 6 പേരെയാണ് ഇന്ന് വിശുദ്ധരായി പ്രഖ്യാപിക്കുക. അവരുടെ ചിത്രങ്ങളാണ് വത്തിക്കാൻ ബസിലിക്കയുടെ മുഖവാരത്ത് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ചവറ കുര്യാക്കോസ് ഇലിയാസ് അച്ഛൻ്റെയും എപ്രാസ്യമയുടെയും ഛായാദൃശ്യങ്ങൾ അതിൻ്റെ കൂടെയുണ്ട്. ഗീതകം അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ കാർഡിനൽ ആഞ്ചലോ അമാത്തോ, പരിശുദ്ധ പിതാവേ, തിരുസഭാ മാതാവും സഭാവിശ്വാസികളും ജോവാനി അന്തോണിയോ ഫരീന, കുര്യാക്കോസ് ഏലിയാസ് ചവറ, ലുദ്വിക്കോ ദ കസോറിയ, നിക്കോള ദ ലൊങ്കബാർഡി, എഫ്രാസ്യ എലോത്തിങ്കൽ, അമാത്തോ റങ്കോണി എന്നിവരെ വിശുദ്ധരെ പട്ടികയിൽ ചേർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് കർദിനാൾ ആഞ്ചലോ അമാത്തോ മാർപ്പാപ്പയോട് അഭ്യർത്ഥിക്കുന്നു. 76 വയസ്സുകാരനായ ഇദ്ദേഹം വിശുദ്ധർക്കായുള്ള തിരുസംഘത്തിന്റെ തലവനാണ്. 2008 മുതലാണ് വിശുദ്ധർക്കായുള്ള തിരുസംഘത്തിന്റെ തലവനായിട്ട് ഇദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നത്. Il beato Giovanni Antonio Farina nacque a Gambellara nel 1803. വിശുദ്ധരുടെ ജീവചരിത്രം വളരെ ഹ്രസ്വമായിട്ട് ആഞ്ചലോ അമാത്തോ വിവരിക്കുകയാണ്. സാധുക്കളോട് വിശേഷിച്ച് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ കരുതലും കരുണയും ഉണ്ടായിരുന്ന ജോവാനി അന്തോണിയോ ഫരീന 1803 ജനുവരി 11 ഇറ്റലിയിലെ വിച്ചൻസ എന്ന പ്രദേശത്ത് ജനിച്ചു. 1827 ജനുവരി 15 തിരുപ്പട്ടം സ്വീകരിച്ചു. 1850 സെപ്റ്റംബർ 20 മെത്രാനായി.
വിശുദ്ധ 10-ാം പീസാണ് ജോവാനി അന്തോണിയോ ഫെരീനയ്ക്ക് മെത്രാൻ പട്ടം നൽകിയത്. ഈ ജീവചരിത്രമാണ് ഹ്രസ്വമായി ഇപ്പോൾ കാർഡിനൽ ആഞ്ചലോ അമാത്തോ വായിക്കുന്നത്. അദ്ദേഹമാണ് ഡൊറോത്തി സിസ്റ്റേഴ്സ്, കേരളത്തിലും ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള ഡൊറോത്തി സിസ്റ്റേഴ്സിന്റെ സന്യാസ സഭ സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിശുദ്ധ നാമകരണ പ്രഖ്യാപനം ഡൊറോത്തി സിസ്റ്റേഴ്സിനും കേരളത്തിലുള്ള സിസ്റ്റേഴ്സിനും കൂടി സന്തോഷദായകമായ ഒന്നാണ്. ഇപ്പോൾ ചവറ കുര്യാക്കോസ് ഏലിയാസച്ചന്റെ ജീവൻ 1871 66-ാമത്തെ വയസ്സിൽ പൂനമാവിൽ അദ്ദേഹം ദിവംഗതനായി എന്ന് ഇപ്പോൾ കാർഡിനൽ ആഞ്ചലോ അമാത്തോ വായിച്ചിരിക്കുന്നു. CMI സന്യാസ സഭയ്ക്ക് അദ്ദേഹം ആരംഭം കുറിച്ചു. സീറോ മലബാർ സഭയിലെ നവീകരണ പ്രവർത്തനങ്ങൾക്കും നവോത്ഥാനത്തിനും അദ്ദേഹം കാരണഭൂതനായി എന്ന് അദ്ദേഹം വിവരിക്കുന്നു. കസോറിയയിലെ ലുദ്വിക്കോയെ കുറിച്ചാണ്. അഗാധമായ വിശ്വാസവും അതിനൊപ്പം ഉപമയും കൊണ്ട് പുതിയ കാലത്തെ ഫ്രാൻസിസ് അസീസി എന്ന് വിളിക്കപ്പെട്ട ആളാണ് ലുദ്വിക്ക ദി കസോറിയ. ഇറ്റലിയിലെ നേപ്പിൾസിനടുത്ത് കസോറിയയിൽ 1814 അദ്ദേഹം ജനിച്ചത്. 18-ാമത്തെ വയസ്സിൽ ഫ്രാൻസിസ്കൻ അൽമായ സഭയിൽ ചേർന്നു. സന്യാർത്ഥികളെ ഫിസിക്സും ഫിലോസഫിയും പഠിപ്പിച്ച ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം. ലുദ്വിക്കോ ഒരു പാവപ്പെട്ടവരുടെ ഇടയിൽ ജീവിച്ചു. ആഫ്രിക്കയിലെ അടിമകളുടെ ഇടയിൽ പണിയെടുത്തു. പെൺകുട്ടികൾക്ക്, വൃദ്ധർ എന്നിവർക്ക് വേണ്ടി അദ്ദേഹം പ്രത്യേക ശുശ്രൂഷകൾ ആരംഭിച്ചു. ഗ്രേ ബ്രദേഴ്സ്, ഗ്രേ സിസ്റ്റേഴ്സ് എന്ന 2 സന്യാസ സമൂഹങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. 1882 അദ്ദേഹം അസീസി പുണ്യവാളന്റെ നാമധേയത്തിലുള്ള സന്യാസഭകൾക്ക് തുടക്കം കുറിച്ചത്. 1885 മാർച്ച് 30-നാണ് മരിച്ചത്. Al secolo Giovanni Battista Clemente Saggio nacque nel 1650 ഇദ്ദേഹമാണ് വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഇന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന വിശുദ്ധൻ. 1650 ജനിക്കുകയും 1709 ദിവംഗതനാവുകയും ചെയ്തു. 59 വയസ്സ്. ഇദ്ദേഹം ഒരു ഫ്രാൻസിസ്കൻ അരൂപിയിൽ ജീവിച്ച വ്യക്തി കൂടിയാണ്. Ebbe una speciale predilezione verso i poveri e gli infermi. Nel 1709 si addormentò nel Signore. Fu beatificato nel 1786. La beata Eufrasia Eluvatingel del Sacro Cuore nacque nel 1877 ജീവചരിത്രം വായിക്കുന്നു. 1877 ജനിക്കുകയും 1952 ദിവംഗതയാവുകയും 75 വയസ്സുവരെയും ജീവിക്കുകയും ചെയ്ത കേരളത്തിന്റെ പ്രിയപുത്രി എവുപ്രാസ്യമ്മയുടെ ജീവചരിത്രം വിശുദ്ധർക്കായുള്ള തിരുസംഘത്തിന്റെ അധ്യക്ഷൻ കാർഡിനൽ ആഞ്ചലോ അമാത്തോ ഇപ്പോൾ വത്തിക്കാനിൽ വായിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രാർത്ഥനയുടെ വ്യക്തി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട എവുപ്രാസ്യ CMC സന്യാസ സഭയിലെ അംഗമാണ്. Nel 1952 si addormentò nel Signore. Fu beatificata nel 2006. Il beato Amato Ronconi nacque a Saludece. ഇറ്റലിയിലെ റാംനിക്കടുത്ത് സദോസയിൽ 1226 ജനിച്ച അമാത്തോ റൊങ്കോണിയുടെ ജീവചരിത്രമാണ് ഇപ്പോൾ വായിക്കുന്നത്. കുട്ടിക്കാലത്ത് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. അനാഥ ബാലനായി വളർന്നു. ഫ്രാൻസിസ്കൻ സഭയിലെ തുണ സഹോദരനായി അദ്ദേഹം ചേർന്നു. ആതുര ശുശ്രൂഷകർ, തീർത്ഥാടക ശുശ്രൂഷകർ എന്ന ജീവിതാവസ്ഥയിലൂടെ അദ്ദേഹം കടന്നുപോയി. റിമിനിയിൽ പരിശുദ്ധ കന്യകാ മാതാവിന്റെ പേരിൽ ഒരു ആശുപത്രി സ്ഥാപിച്ചുകൊണ്ട് പാവപ്പെട്ട രോഗികളെ ശുശ്രൂഷിക്കാൻ അദ്ദേഹം തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു. ജീവിതകാലത്ത് തന്നെ അദ്ദേഹം വിശുദ്ധനായി അറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ താമസിച്ചിരുന്ന കുടിലിനും മീതെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരു പ്രകാശവലയം ഉണ്ടായിരുന്നു എന്നാണ് ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം 1225 ജനിക്കുകയും 1292 ഏറ്റവും ആദ്യം അദ്ദേഹമാണ് സ്വർഗത്തിലെത്തിയിരിക്കുക. 1292 ഏറ്റവും അവസാനം സ്വർഗത്തിലെത്തിയത് എവുപ്രാസ്യമ്മയും 1952 കാർഡിനൽ ആഞ്ചലോ അമാത്തോ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നവരുടെ ജീവചരിത്രം വായിച്ച് സമാപിച്ചിരിക്കുന്നു.
ഇനി മാർപ്പാപ്പ ലത്തീൻ ഭാഷയിൽ നമ്മളിപ്പോൾ നടത്തുവാൻ പോകുന്ന പ്രഖ്യാപനത്തിൻ്റെ ഫലപ്രാപ്തിക്കായി നമ്മുടെ പ്രാർത്ഥനകൾ സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുകയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം എന്നാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. Et omnium sanctorum suorum intercessione, sua gratia sustiniat, id quod solenniter acturi sumus. കീരിയെ ലൈസോൻ, കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ എന്നുള്ള ഗീതകം വത്തിക്കാൻ ഗായക സംഘം ആലപിക്കുന്നു. ബസിലിക്കയുടെ സുന്ദരമായ ദൃശ്യങ്ങൾ, വിശുദ്ധ പത്രോസിന്റെ കുഴിമാടം സ്ഥിതി ചെയ്യുന്ന ബസിലിക്ക, കീരിയെ ലൈസോനെ തുടർന്ന് സകല വിശുദ്ധരോടുമുള്ള ലിത്തിനിയാണ്. എല്ലാ വിശുദ്ധരെയും വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കാൻ പോകുന്നു. എല്ലാ വിശുദ്ധരും ഞങ്ങളുടെ ഈ പ്രാർത്ഥനയിൽ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനാ ഗീതകം സകല വിശുദ്ധരോടുമുള്ള ലിത്തുനിയ ഗായക സംഘം ലത്തീൻ ഭാഷയിൽ ആലപിക്കുന്നു. ഓരോ വിശുദ്ധരെയും വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഓരാ പ്രൊനോബിസ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണ് ജനം മറുപടി പറയുന്നത്. വത്തിക്കാനിലെ സുന്ദരമായ ബസിലിക്ക, 191 മാർപ്പാപ്പമാരുടെ കുഴിമാടങ്ങൾ ഈ ബസിലിക്കയുടെ അടിയിലുണ്ട്. വളരെ പ്രസിദ്ധമായ കുഴിമാടങ്ങൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെയും ജോൺ 23 മാർപ്പാപ്പയുടെയും ഈ അടുത്ത കാലഘട്ടത്തിൽ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച പോൾ 6 മാർപ്പാപ്പയുടെയും കുഴിമാടങ്ങൾ ഈ ബസിലിക്കയിൽ അടിയിലാണ്. ഏറ്റവും പ്രസിദ്ധമാക്കുന്നത് വിശുദ്ധ പത്രോസിന്റെ കുഴിമാടത്തിന് മുകളിലാണ്. ഈ ദേവാലയം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആദ്യമായിട്ട് AD 326 നിർമ്മിച്ചത്. AD 326 ആദ്യ ദേവാലയം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നിർമ്മിക്കാൻ 7 വർഷമെടുത്തു. AD 333 നിർമ്മാണം പൂർത്തിയാക്കിയത്. 5.7 ഏക്കർ സ്ഥലത്താണ് ഈ ദേവാലയം വ്യാപിച്ചു കിടക്കുക. വത്തിക്കാൻ ലോകത്തിലെ ഒരു ചെറിയ രാഷ്ട്രമാണ്. 108.7 ഏക്കറാണ് വത്തിക്കാൻ രാഷ്ട്രത്തിൻ്റെ വ്യാപ്തി. 1929 ജൂൺ 7 ഒരു പ്രത്യേക ഉടമ്പടി പ്രകാരം ഇറ്റലിയും വത്തിക്കാനും തമ്മിലുള്ള ഉടമ്പടി പ്രകാരം വത്തിക്കാൻ രാഷ്ട്രം നിലവിൽ വന്നത്. ഭാരതത്തിൽ നിന്ന് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന വിശ്വാസികൾ, പ്രത്യേകിച്ച് അത് മെത്രാന്മാരും പുരോഹിതരും സന്യാസിനികളും നിരവധി പേർ മലയാളത്തിൽ വത്തിക്കാൻ ചതുരത്തിൽ ചവറ കുര്യാക്കോസ് അച്ഛൻ്റെ ചിത്രവും മലയാളം ആലേഖനം ചെയ്തിട്ടുള്ള പടവുമെല്ലാമായി നിൽക്കുന്ന വിശ്വാസ സമൂഹത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഏകദേശം 3 ലക്ഷത്തിലധികം ആളുകളെ ഉൾക്കൊള്ളാനായിട്ട് വത്തിക്കാനിലെ ചതുരത്തിന് കഴിയും. വളരെ സുന്ദരമായ ചതുരമാണിത്. കലാമൂല്യം കൊണ്ട് ലോക പ്രശസ്തി ആർജിച്ച ചതുരം. ആദ്യത്തെ ഭാഗം വൈദികർക്കായിട്ട് ഒളിച്ചു വെച്ചിരിക്കുന്നു. വെള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ളത് വൈദികരുടെ സെക്ടറുകളാണ്. ബസിലിക്കയുടെ മുഖവാരത്തിന് തൊട്ടു താഴെയാണ് പ്രധാന അൾത്താര. പ്രധാന അത്താരയുടെ സമീപഭാഗത്തിൽ വലതും ഇടതുമായിട്ട് ഒരു ഭാഗത്ത് മെത്രാന്മാരും മറ്റത് VIP-കൾക്കുള്ള അംബാസിഡർമാർ, മന്ത്രിമാർ, പ്രതിനിധികൾ, രാഷ്ട്രപ്രതിനിധികൾ എന്നിവർക്കാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ സർവശക്തനായ ദൈവമേ, അങ്ങേ മക്കളുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ടാലും ഞങ്ങളുടെ ശുശ്രൂഷകൾ അങ്ങേക്ക് സ്വീകാര്യവും സഭയുടെ വളർച്ചയ്ക്ക് കാരണവുമാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് ഫ്രാൻസിസ് മാപ്പ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ഇനി വിശുദ്ധരായുള്ള പ്രഖ്യാപനത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഇതാണ് വിശുദ്ധ പ്രഖ്യാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം. Ad honorem sancte et individue Trinitatis. വിശുദ്ധ പ്രഖ്യാപനം നടക്കുന്നു. പരിശുദ്ധ പരമത്രിത്വത്തിന്റെ മഹിമയ്ക്കും കത്തോലിക്ക വിശ്വാസത്തിന്റെ മതിപ്പിനും
ആനന്ദ അതിരേകത്തിനും ക്രൈസ്തവ വിശ്വാസത്തിന്റെ വർധനവിനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെയും വിശുദ്ധ അപ്പോസ്തലന്മാരായ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും എന്റെ തന്നെയും അധികാരം ഉപയോഗിച്ച് ഏറെ ചിന്തിച്ചും ദൈവസഹായത്തിനായി നിരന്തരം പ്രാർത്ഥിച്ചും പല സഹോദരൻ മെത്രാന്മാരുമായി ആലോചിച്ചും വാഴ്ത്തപ്പെട്ടവരായ ജോവാനി അന്തോണിയോ ഫരീന, കുര്യാക്കോസ് ഏലിയാസ് ചവറ, ലുദ്വിക്കോ ദ കസൂറിയ, നിക്കോള ദി ലൊങ്കബാർദി, എഫ്രാസ്യ എലൗത്തിങ്കൽ, അമാത്തോ റംഗോണി എന്നിവരെ ഞാൻ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നു. വിശുദ്ധരുടെ പട്ടികയിൽ അവരുടെ പേരുകൾ ഉൾപ്പെടുത്തുന്നു. സാർവത്രിക സഭയിൽ വിശുദ്ധരായി അൾത്താരകളിൽ ഇവർ വണങ്ങപ്പെടണമെന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ് ഈ പ്രഖ്യാപന പ്രാർത്ഥന അവസാനിക്കുന്നു. Statuentes eos in universa ecclesia inter santos pia devotioni recoli debere. ഭാഷയിലാണ് പ്രാർത്ഥന നടക്കുന്നത്. പ്രാർത്ഥന സമാപിച്ചു. നമുക്ക് രണ്ട് വിശുദ്ധർ കൂടി അൾത്താരയിലേക്ക് സഭയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുന്നു. ജനങ്ങൾ കൈയടിക്കുന്നു. ഇനി വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ അൾത്താരയിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കും. അതേ തുടർന്ന് ആ തിരുശേഷിപ്പുകൾ ധൂപിക്കും. തിരുശേഷിപ്പുകൾ വഹിക്കുന്നത് ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ തിരുശേഷിപ്പുകൾ വഹിക്കുക ജെയിംസ് മടത്തിക്കണ്ടത്തിൽ വൈസ് പോസ്റ്റ്ലേറ്റർ ആയിരുന്ന CMI സഭ സന്യാസ സഭ അംഗമായിട്ടുള്ള ജെയിംസ് മടത്തിക്കണ്ടത്തിൽ അച്ഛൻ. മൂവാറ്റുപുഴ പ്രൊവിൻസ് സംഘമാണ് എയുപ്രാസ്യാമയുടെ തിരുശേഷിപ്പുകൾ വഹിക്കുക. CMC സഭയുടെ മദർ ജനറൽ മദർ സാങ്ക്തയാണ് ഈ തിരുശേഷിപ്പുകൾ വഹിച്ചുകൊണ്ട് പ്രധാന അൾത്താരയിലേക്ക് വരികയും അത് സമീപത്ത് സ്ഥാപിക്കുകയും തുടർന്ന് ഡീക്കൻ അത് ധൂപിക്കുകയും ചെയ്യുന്ന തിരുക്കർമ്മങ്ങളാണ് നടക്കുക. വിശുദ്ധരായി 6 പേരെ സഭ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതോടുകൂടി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുള്ള വിശുദ്ധന്മാരുടെ എണ്ണം 829. ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച വിശുദ്ധരുടെ എണ്ണം 829. 812 പേരെ ഒരുമിച്ചാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. മധ്യശതകത്തിൽ ദാരുണമായ വിശ്വാസത്തിന് വേണ്ടി മരിച്ച 812 രക്തസാക്ഷികൾ ഒരുമിച്ചു. അതുകൊണ്ടാണ് ഈ 829 എന്ന വലിയ നമ്പർ. 17 പേരെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ 812 മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കൂട്ടിയാൽ 17 പേരെയാണ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഭാരതത്തിൽ നിന്നുള്ള 4 വിശുദ്ധർ ഗോൺസാലോ ഗാർസിയ, അൽഫോൺസാമ, ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, എയുപ്രാസ്യാമ. വീണ്ടും 2015 ജനുവരിയിൽ ഭാരതത്തിൻ്റെ ഒരു മകൻ ശ്രീലങ്കയുടെ അപ്പോസ്തലൻ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടും. 2015 ജനുവരി 14 ശ്രീലങ്കയിൽ മാർപ്പാപ്പ ഇപ്പോൾ വൈസ് പോസ്റ്റ്ലേറ്റർ ജെയിംസ് മടത്തിക്കണ്ടത്തിൽ അച്ഛൻ തിരുശേഷിപ്പ് അവിടെ സമർപ്പിച്ചിരിക്കുന്നു. പിന്നീട് അത് മന്ത്രി KC ജോസഫ് അതുപോലെ പുഷ്പം തിരിയും തിരുശേഷിപ്പിന് സമീപം വെക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ 3 തരത്തിലുള്ള തിരുശേഷിപ്പുകളാണ് ഉള്ളത്. ഒന്നാമത്തേത് ഫസ്റ്റ് ക്ലാസ് റെലിക്ക് അല്ലെങ്കിൽ ഒന്നാം തരം തിരുശേഷിപ്പുകൾ എന്ന് പറയും. അത് ശരീരത്തിൻ്റെ ഭാഗം എല്ലാകാം. ശരീരത്തിൻ്റെ വിശുദ്ധ അന്തോണീസിൻ്റെ എല്ലാം നാക്കെല്ലാം അഴുകാതിരിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ശരീരം മുഴുവനും അഴുകാതെ ഗോവയിലിരിക്കുന്നു. അത്തരത്തിലുള്ള തിരുശേഷിപ്പുകൾ ഒന്നാം തരത്തിലുള്ളത്. രണ്ടാം തരത്തിലുള്ള തിരുശേഷിപ്പുകൾ അവർ ഉപയോഗിച്ച വസ്ത്രങ്ങൾ, അവരുപയോഗിച്ച സാധനങ്ങളാണ്. മൂന്നാം തരത്തിലുള്ള തിരുശേഷിപ്പുകൾ അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ കയ്യിലുള്ള ഒരു ജപമാല ആ വിശുദ്ധൻ്റെ കുഴിമാടത്തിൽ കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതൊരു തിരുശേഷിപ്പായി എനിക്ക് എൻ്റെ വിശ്വാസത്തെ പ്രതി മാറുന്നു. ആ ജപമാല എനിക്ക് ശക്തി നൽകുന്നു എന്നൊക്കെ വിശ്വസിക്കുമ്പോൾ അത് മൂന്നാം തരത്തിലുള്ള തിരുശേഷിപ്പായി മാറുന്നു. അങ്ങനെ റെലിക്സ് 3 തരത്തിലാണ്. തിരുശേഷിപ്പുകളെ സഭ 3 തരത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്. ഇത് ഒന്നാം തരത്തിലുള്ള റിലിക്സുകളാണ് സാധാരണ സമർപ്പിക്കുക. ഇന്ന് വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ജോവാനി അന്തോണിയോ ഫരീന, കുര്യാക്കോസ് ഏലിയാസ് ചവറ, ലുദ്വിക്കോ ദ കസൂറിയ, നിക്കോള ദി ലൊങ്കബാർദി, എഫ്രാസ്യ എലവത്തിങ്കൽ, അമാത്തോ റങ്കോണി എന്നിവരുടെ തിരുശേഷിപ്പുകളാണ് ഈ അൾത്താരയിൽ ഇപ്പോൾ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. 4 പേർ ഇറ്റാലിയൻകാരും മദർ സാങ്ക്ത എയുപ്രാസ്യയുടെ തിരുശേഷിപ്പ് ഇപ്പോൾ സമർപ്പിച്ച ദൃശ്യങ്ങളാണ് നമ്മൾ കാണുക. CMC സഭയിലെ അംഗങ്ങൾ പുഷ്പവും തിരിയും
സമർപ്പിക്കുന്നു. ഇനി ഒരു സന്തോഷ ഗീതകമാണ്. ഇപ്പോൾ ഡീക്കൻ്റെ ധൂപ അർപ്പണം കഴിഞ്ഞാൽ ഒരു സന്തോഷ ഗീതകം ആലപിക്കുന്നു. വിശുദ്ധരെ സഭയ്ക്ക് ലഭിച്ചതുകൊണ്ട് ഗായക സംഘം അത് ആലപിക്കും. സന്തോഷ ഗീതകം 33-ാമത്തെ സങ്കീർത്തനം. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, സ്തോത്രം ആലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ. ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു എന്നുള്ള സങ്കീർത്തനം സന്തോഷഗീതകമായി വത്തിക്കാൻ ഗായക സംഘം ഇപ്പോൾ ആലപിക്കുന്നു. ഡീക്കൻ ധൂപിക്കുന്ന ദൃശ്യങ്ങൾ. ാം സങ്കീർത്തനം ഗായക സംഘം ആലപിക്കുന്നു. വത്തിക്കാൻ ചതുരത്തിൽ നിന്നുള്ള സുന്ദരമായിട്ടുള്ള ദൃശ്യങ്ങൾ. ഗ്രിഗോറിയം സംഗീതമാണ് വത്തിക്കാൻ ഗായക സംഘം ആലപിക്കുന്നത്. വത്തിക്കാൻ ചതുരത്തിലെ സ്തൂപമാണ് നമ്മൾ കാണുക. ചുവന്ന കല്ലിൽ തീർത്ത സ്തൂപം, ഒബ്ലിസ്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 41 മീറ്റർ ഉയരമുള്ള ഈ സ്തൂപം 330 ടൺ ഭാരമുണ്ട്. 4000 വർഷത്തിലധികം പഴക്കമുള്ള ഒന്നാണ് ഈ സ്തൂപം. റോമൻ ചക്രവർത്തി കലിഗുലയാണ് ഈജിപ്തിൽ നിന്ന് ഇത് റോമിലെത്തിച്ചത്. 1586 വത്തിക്കാൻ ചതുരത്തിൽ സ്ഥാപിച്ചു. മാർപ്പാപ്പയുടെ സമാപന പ്രാർത്ഥന. ഇപ്പോൾ ആഞ്ചലോ അമാത്തോ സാർവത്രിക സഭയ്ക്ക് വേണ്ടി പരിശുദ്ധ പിതാവിന് നന്ദി അർപ്പിക്കുന്നു വിശുദ്ധരായി പ്രഖ്യാപിച്ചതിന്. കർദിനാൾ ആഞ്ചലോ അമാത്തോ 76 വയസ്സ്, വിശുദ്ധർക്കായുള്ള തിരുസംഘത്തിന്റെ തലവൻ. 2008 മുതൽ ഈ പദവിയിൽ അദ്ദേഹം തുടരുന്നു. ഗ്ലോറിയ, അത്യുന്നതങ്ങൾ എന്ന കീർത്തനം, ഗീതകം, വളരെ പ്രസിദ്ധമായ അത്യുന്നതങ്ങൾ എന്ന ഗീതകമാണ് ഇപ്പോൾ ഗായക സംഘം ആലപിക്കുന്നത്. അത്യുന്നതങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് ശാന്തി. അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങേ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു എന്നുള്ള അത്യുന്നതങ്ങൾ ലത്തീൻ ഭാഷയിൽ ഇപ്പോൾ ഗായക സംഘം പാടുന്നു. ഈ ഗ്ലോറിയ സമാപിക്കുന്നതോടുകൂടി പരിശുദ്ധ പിതാവിൻ്റെ ചെറിയൊരു പ്രാർത്ഥന